നിങ്ങളുടെ അച്ഛനോടും അമ്മയോടും നിങ്ങൾക്കുള്ള ബന്ധം ഇന്ന് നമ്മൾ ധരിക്കുന്നു. നമ്മളെ ജനിച്ച സമയത്ത് നമ്മളെ പിച്ച വെച്ച് നടക്കാൻ പഠിപ്പിച്ച അച്ഛനും അമ്മയും, കരയുമ്പോൾ കണ്ണുനീര് തുടച്ച അമ്മ, നമ്മളെ ചിരിപ്പിച്ചവര്, നമ്മളുടെ ജീവിത സുഖങ്ങൾക്ക് വേണ്ടി അവരെ ഉറക്കം മാറ്റിവെച്ചവര്, അവരുടെ സർവ്വസമ്പത്തും മക്കളെ വളർത്താൻ വേണ്ടി ഉപയോഗിച്ചവര്, നിങ്ങൾ വളർന്ന് വലുതാകുന്നത് കണ്ടപ്പോൾ അസൂയയോ കുശുമ്പോ പകയോ ഇല്ലാത്ത ലോകത്തിലെ രണ്ട് വ്യക്തികളാണ്. നിങ്ങളോട് അസൂയയില്ല, നിങ്ങളോട് കുശുമ്പില്ല, നിങ്ങളോട് പകയില്ലാത്ത ലോകത്തിലെ രണ്ട് വ്യക്തികൾ നിങ്ങൾക്ക് കാണണമെങ്കിൽ അത് നിങ്ങൾക്ക് ജന്മം നൽകിയ അച്ഛനും അമ്മയുമാണ്. ആ അച്ഛന്റെയും അമ്മയുടെയും മടിയിൽ കിടന്ന് അവരുടെ പാല് കുടിച്ച് അവരമ്മയമ്മാവനെ കാണിച്ചു തന്ന് ചോറ് തന്ന് വളർത്തിയ നിങ്ങൾക്ക് തിരിച്ച് അവരെ ഒന്ന് സഹായിക്കേണ്ട കാലം വരും. അവർ കട്ടിലിൽ കിടക്കുമ്പോൾ, വയ്യ എന്ന് പറഞ്ഞ് കിടക്കുമ്പോൾ അവർ കണ്ണടച്ച് പ്രാർത്ഥിക്കും, എന്റെ മകനൊന്ന് വന്നിരുന്നെങ്കില്, എന്റെ മകളൊന്ന് വന്നിരുന്നെങ്കില്, എന്നെ ഒന്ന് താങ്ങി നിർത്തി ഇരുത്തിയിരുന്നെങ്കില്, എനിക്ക് അവനെ നോക്കി ഒന്ന് ചിരിക്കണം, ആ മകനെയും മകളെയും നോക്കി ഒന്ന് ചിരിക്കണം, അവന്റെ തലയ്ക്ക് കൈവച്ച് അനുഗ്രഹിക്കണം. അച്ഛന്റെ അന്ത്യയാത്രയ്ക്ക് മുമ്പ്, അമ്മയുടെ അന്ത്യയാത്രയ്ക്ക് മുമ്പ് അവനോട് പറയണം, മോനെ നീ നന്നായി വരണം. അച്ഛൻ മുകളിൽ നിന്ന് നോക്കും, അമ്മ മുകളിൽ നിന്ന് നോക്കും, നിന്റെ വളർച്ച നന്നായിരിക്കണം. അച്ഛന്റെയും അമ്മയുടെയും ആ മനസ്സ് നിനക്ക് എന്നും അനുഗ്രഹം തരും. ഇത് പറയാൻ ലോകത്തിൽ രണ്ടുപേരേ ഉള്ളൂ മക്കളെ എന്നെനിക്ക് പറയണം തോന്നുന്നു. അത് നിങ്ങളുടെ അച്ഛനും അമ്മയുമാണ്. അവരെ ഒരു കാരണവശാലും അവർക്ക് നടക്കണമെന്ന് തോന്നിയാൽ നിങ്ങൾ കൈ കൊടുക്കണം. അവരെ പിച്ച വെച്ച് നടക്കേണ്ട അവസ്ഥ വരും. 75, 80, 85, 90 ആവുമ്പോൾ കൈപിടിച്ച് നടത്തിക്കണം. അവര് നടന്ന സ്ഥലം മുഴുവൻ കാണിക്കണം. കൈ അനങ്ങാൻ പറ്റുന്ന കാലമാണ്. വയ്യ എങ്കില് നിങ്ങൾ വായിൽ ചോറ് കൊടുക്കണം, അവരുടെ കണ്ണുനീര് തുടയ്ക്കണം. അന്ന് അവർ അനുഗ്രഹിക്കും. നിങ്ങളുടെ തലയ്ക്ക് കൈവച്ച്, നീ എന്റെ മകനായി പിറന്നതില്, മകളായി പിറന്നതില് ഈ അച്ഛനും അമ്മയ്ക്കും സന്തോഷമുണ്ട്. നിന്നെ പോലൊരു മകനെയും മകളെയും കിട്ടിയതില് പുണ്യം ചെയ്തു അച്ഛനും അമ്മയും എന്ന് പറയിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. അന്നാണ് നിങ്ങൾ പുത്രന്മാരാകുന്നത്, പുത്രിമാരാകുന്നത്.